ആ ടൈപ്പ് എക്സസൈസ്, ഈ ടൈപ്പ് എക്സസൈസ്, പിന്നെ ഇപ്പം വിവാദത്തിലൊക്കെ ആയിരിക്കുന്ന സുംബ ഡാൻസ് പോലുള്ള കാര്യങ്ങൾ, ധാരാളം സാധനങ്ങളുണ്ട്. ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇഫ് യു ആർ എക്സസൈസിങ് ആൻഡ് ഇഫ് യു ആർ സ്ലീപ്പിംഗ് പ്രോപ്പർലി ആൻഡ് റീസണബിളി റെഗുലർ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കുഴിമന്തി കഴിക്കണോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയ കുറച്ച് ബർഗർ ആൻഡ് ജങ്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലും ശരീരം വിൽ ബി ഏബിൾ ടു റീസണബിളി മാനേജ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് വൺ ഗ്രേറ്റ് തിങ്, ഡു സ്മോൾ തിങ് ബട്ട് ഡു ഇറ്റ് എവറി ഡേ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ആസ്ക് ദം ദീസ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഇസ് വാട്ട് ഇസ് സാഡ്ലി മിസ്സിംഗ് ഇൻ ദ ഫിറ്റ്നസ് ഇൻഡസ്ട്രി. മാർക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ഒരാൾക്ക് എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്യും, ഒരാഴ്ച ചെയ്യും, 5 കിലോ 2-3 കിലോ കുറഞ്ഞു, ഹാപ്പിയായി, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി ആയി, പിന്നെ ഒരു 7 കിലോ കയറി വന്നു. പപ്പടം കാച്ചി എണ്ണ എടുത്ത് ബാക്കി ഉണ്ടായത് എടുത്ത് ഊറാൻ വെച്ചിട്ട് ആ എണ്ണ എടുത്തിട്ട് കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഫ്ലൈറ്റ് പിടിച്ചു വരും. ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഇസ് ട്രാൻസ് ഫാറ്റ്. അപ്പോൾ വെജിറ്റബിൾ എന്നുള്ളത് കൊണ്ട് അത് ഹെൽത്തി ആവണം അതൊരു നിർബന്ധമില്ല. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരം, തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ കാർ. കറക്റ്റ് ടൈമിൽ നമ്മളത് സർവീസ് ചെയ്ത കാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുണ്ടും കുഴിയുള്ള റോഡിലൂടെ മോശമായ രീതിയിൽ ഓടിച്ചാലും വലിയ പ്രശ്നം കാറിന് പറ്റാൻ പോകുന്നില്ല. സെയിം ആ സർവീസ് ചെയ്യുന്നതാണ് എക്സസൈസ് ആൻഡ് സ്ലീപ്പ്. അല്ലെങ്കിൽ ആഭരണം എടുക്കാനും ടെക്നിക്കും കുക്കിനിക്കും ഒക്കെ പോവാം. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വാക്കാണ്, നിരന്തരം കേൾക്കുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആളുകൾ പറഞ്ഞ് എല്ലാവർക്കും അറിയാം ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുഡ്, ഭക്ഷണം, ഫുഡ്, പിന്നെ വ്യായാമം, ഉറക്കമൊക്കെ അതിൽ പ്രധാനപ്പെട്ട പാർട്ടുകളാണ്. ഫുഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ രീതികളും പാറ്റേണുകളും ടെക്നോളജിയും ഒക്കെ നമ്മുടെ ഒരു ഫുഡിൻ്റെ പ്രയോറിറ്റീനെ തന്നെ ആകെ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാനുള്ള മടിയുടെ പുറത്ത് ചെറിയ കാര്യമുള്ളെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ പോകും. പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കണ്ട് മനസ്സുടക്കും, നമ്മൾ ഓർഡർ ചെയ്യും. ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടും. എന്താ കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, ഹെൽത്തി ആണോ ഏതാണോ എന്നൊന്നും നമുക്ക് ധാരണ ഉണ്ടാകാത്തൊരു ഭയങ്കര സാധാരണയായി മാറിയിട്ടുണ്ട്. എന്താണ് അതിനകത്ത്, എങ്ങനെയാണ് അതിനെപ്പറ്റി സംസാരിക്കുക? ഒബ്വിയസ്ലി കൺവീനിയൻസ് കൂടുമ്പോൾ നമുക്ക് വിരൽത്തുമ്പിലല്ലേ ഭക്ഷണം. ഒന്ന് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അപ്പോൾ നാച്ചുറലി അത് ക്വാണ്ടിറ്റി കൂടുന്നു, ജങ്ക് ഫുഡ്, അതൊരു വശം. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഹെൽത്തി ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഐ എം നോട്ട് സെയിങ് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം പുറത്തുള്ള ഭക്ഷണത്തെക്കാളും നല്ലതാണ്. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വളരെ അൺഹെൽത്തി ആയിട്ട് രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പപ്പടം കാച്ചി എണ്ണ എടുത്ത് ബാക്കി ഉണ്ടായത് എടുത്ത് ഊറാൻ വെച്ചിട്ട് ആ എണ്ണ എടുത്തിട്ട് കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഫ്ലൈറ്റ് പിടിച്ചു വരും. റൈറ്റ്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ എല്ലാം ഹെൽത്തി ആയിക്കോളാം. ഒറ്റവട്ടം എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ. എണ്ണ റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരും. അത് ആ എണ്ണയുടെ കോൺഫിഗറേഷൻ മാറുന്നു, അത് ട്രാൻസ് ഫാറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഹാംഫുൾ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വരുന്നു. അപ്പോൾ ശരീരത്തിന് നല്ലതല്ല. സാധാരണയായിട്ട് നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ എണ്ണ അതുപോലെ ബാക്കി ഉണ്ടെന്ന് ഞാൻ എടുത്ത് കളയും. ഓക്കെ. അപ്പോൾ പപ്പടം കാച്ചുമ്പോൾ പപ്പടം കീറി കാച്ചാൻ തുടങ്ങി വീട്ടിൽ, എസ്പെഷ്യലി അമ്മമാര്. റൈറ്റ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരും. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആ രീതിയിലൊക്കെ വളർന്ന് ജീവിച്ച് വന്നവരാണ്. അപ്പോൾ പറഞ്ഞ പോലെ എണ്ണ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 രൂപ ലാഭിക്കാൻ വേണ്ടി ചെയ്തിട്ട് നമ്മൾ ഇൻ ദ പ്രോസസ് വിൽ എൻഡ് അപ്പ് സ്പെൻഡിങ് 100 rupees ഫോർ അവർ ഹെൽത്ത്. ലാസ്റ്റ് പൈസയും പോയി, ആരോഗ്യം പോയി എന്നുള്ള രീതിയിലോ. അപ്പോൾ ഇതേ പ്രശ്നം തന്നെ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്തുനിന്ന് ചിപ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം, കായ വറുത്തത്. ഒരു 5 കിലോ കായ വറുക്കാൻ എത്ര എണ്ണ വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലെറ്റ് സപ്പോസ് 5 ലിറ്റർ എണ്ണ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ 5 കിലോ കായ വറുത്ത് ഉണ്ടാക്കി 5 ലിറ്റർ എണ്ണ കുറെ അത് കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് 1 ലിറ്റർ എണ്ണയായി. ഈ കടക്കാരൻ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം കായ വറക്കുമ്പോൾ ഈ 1 ലിറ്റർ എണ്ണ ബാക്കി ഇന്നലത്തെ കളയാൻ പോകുന്നുണ്ടോ? ഇല്ല. അടുത്ത 4 ലിറ്റർ കൂടി ഒഴിച്ചിട്ടാണല്ലോ അടുത്ത് ചെയ്യാം. അപ്പോൾ അത് റീഹീറ്റഡ് ഓയിൽ ആയില്ലേ. റൈറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ KFCs ആയാലും അവിടുന്ന് ഇതൊക്കെ മണിക്കൂറോളം തളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തിട്ടിട്ടാണ് ഇത് വരുന്നത്. KFCയിൽ ചിക്കൻ ഉണ്ടാക്കുന്ന അങ്ങനെയാണല്ലോ. ദേ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ വെസൽ. അതിനകത്ത് എണ്ണ ഇങ്ങനെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ദേ മേക്ക് സോ മച്ച് ഓഫ് KFC ചിക്കൻസ് അല്ലേ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു പരിധിവരെയൊക്കെ അറിവുണ്ട്. പക്ഷേ ഇതിന്റെ ഐ ഡോണ്ട് നോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ്. ഇതൊന്നും കഴിക്കണ്ട എന്നുള്ളതല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നുകയാണ് ഒരു ഫ്രൈഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിക്കോ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഴിക്കരുത്. ഫ്രൈഡ് ആയി കഴിയുമ്പോൾ ഡീപ്പ് ഫ്രൈഡ് ആണ്, എണ്ണ കയറുന്നുണ്ട്, എണ്ണയിൽ കാലറി കൂടുതലാണ്, ഫാറ്റിൽ കാലറീസ് കൂടുതലാണ്. ഓക്കെ. 1 ഗ്രാം കാർബിലും പ്രോട്ടീനിലും 4 കാലറി ആണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം ഫാറ്റിൽ 9 കാലറിയാണ്. ഇൻ ദാറ്റ് സെൻസ് ഫാറ്റ് ഇസ് കാലറി ഡെൻസ്. റൈറ്റ്. അപ്പോൾ അത് വരുന്നുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് അത് റീഹീറ്റഡ് അല്ലാത്ത ഓയിൽ നിന്ന് പ്രൊവൈഡഡ് ബാക്കി വരുന്ന എണ്ണയുടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിൽ എന്തൊക്കെ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. പിന്നെ ജനറലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഫ്സ്, നമ്മൾ പഫ്സ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഫ്ലേക്കി ആൻഡ് തിൻ ലെയേഴ്സ് കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഫ്ലേക്കി ആയിട്ടുള്ള ലെയേഴ്സും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർജറിനോ
ഡാൽഡയോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേക്കി ടെക്സ്ചറും പറഞ്ഞാല് വെജിറ്റബിൾ വനസ്പതി എന്ന് പറയുന്ന സാധനല്ലേ, അപ്പൊ അത് കുഴപ്പമുണ്ടോ? ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഇസ് ട്രാൻസ് ഫാറ്റ്. അപ്പോൾ വെജിറ്റബിൾ എന്നുള്ളത് കൊണ്ട് അത് ഹെൽത്തി ആവണം അതൊരു നിർബന്ധമില്ല. നമ്മൾ നേരത്തെ ഓർഗാനിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻഫാക്ട് ഫണ്ണി ദാറ്റ് യു ബ്രോട്ട് ഇറ്റ് അപ്പ്. ഐ റിമെമ്പർ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു എയർപോർട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സ്, അതിനകത്ത് ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിലാണ്, ഹെൽത്തി ആണ് എന്നുള്ളത്. വെജിറ്റബിൾ എന്ന് കേട്ടപ്പോൾ നമ്മൾ ഹെൽത്തി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അതിനെ അസോസിയേറ്റ് ചെയ്തു. ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഇസ് അൺഹെൽത്തി, റൈറ്റ്? അപ്പോൾ എനിക്ക് കുറേ തോട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു. കാര്യം നമ്മൾ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ലേബൽ വായിക്കാൻ അറിയൂ. അത് ലേബൽ വായിച്ചിട്ട് അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രയും ശ്രദ്ധിച്ച് നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അപ്പോൾ പോലും ഈ പറഞ്ഞ പോലെ രീതിയിലുള്ള അറിയില്ല. അപ്പൊ ഞാൻ കമ്മിങ് ബാക്ക് ടു ഏർലി ക്വസ്റ്റ്യൻ, അപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളും അഡിറ്റീവ്സ് എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു, ഏത് രീതിയിൽ അത് കുക്ക് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിനോടുള്ള ഒരു പ്രശ്നം. എന്ന് വെച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നൊന്നും ഒട്ടും കഴിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഐ മീൻ ഒബ്വിയസ്ലി ഈ പറഞ്ഞ ഞാനായിട്ടുണ്ടെങ്കിലും ഫാമിലി വിത്ത് കിഡ്സ് പുറത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മെന്റലി കൂടിയും ഒരു റിലാക്സിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം കഴിക്കുന്നു, അത് ഏത് രീതിയിൽ കഴിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ശരീരം തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ കാർ. കറക്റ്റ് ടൈമിൽ നമ്മളത് സർവീസ് ചെയ്ത കാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുണ്ടും കുഴിയുള്ള റോഡിലൂടെ മോശമായ രീതിയിൽ ഓടിച്ചാലും വലിയ പ്രശ്നം ആ കാറിന് പറ്റാൻ പോകുന്നില്ല. സെയിം ആ സർവീസ് ചെയ്യുന്നതാണ് എക്സസൈസ് ആൻഡ് സ്ലീപ്പ്. ഇഫ് യു ആർ എക്സസൈസിങ് ആൻഡ് ഇഫ് യു ആർ സ്ലീപ്പിംഗ് പ്രോപ്പർലി ആൻഡ് റീസണബിളി റെഗുലർ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കുഴിമന്തി കഴിക്കണോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയ കുറച്ച് ബർഗർ ആൻഡ് ജങ്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലും ശരീരം വിൽ ബി ഏബിൾ ടു റീസണബിളി മാനേജ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ബട്ട് സ്റ്റിൽ ബി ഏബിൾ ടു മാനേജ്. അപ്പോൾ ഒരു കാറ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീസണബിൾ ഒരു 20,000 to 30,000 40,000 ഒരു കൊല്ലം മിക്ക ആൾക്കാരും സ്പെൻഡ് ചെയ്യും. ബട്ട് ഡു വി സ്പെൻഡ് ദാറ്റ് മണി ടു സർവീസ് ദിസ് ബോഡി? ബാഹ്യമായ രീതിയിലൊക്കെ ചെയ്യുമായിരിക്കാം, ബട്ട് നോട്ട് ഫോർ ദി ഇന്റേണൽ ഹെൽത്ത് അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ ആവരണം എടുക്കാനും ടെക്നിക്കും കുക്കിനിക്കും ഒക്കെ പോവാം, റൈറ്റ്? പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പം എക്സസൈസിന്റെ കാര്യം വരുമ്പം പിന്നെയും കൺഫ്യൂഷനാണ്. ആ ടൈപ്പ് എക്സസൈസ്, ഈ ടൈപ്പ് എക്സസൈസ്, പിന്നെ ഇപ്പം വിവാദത്തിലൊക്കെ ആയിരിക്കുന്ന സുംബ ഡാൻസ് പോലുള്ള കാര്യങ്ങൾ, ധാരാളം സാധനങ്ങളുണ്ട്. ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് 30 വയസ്സുള്ളവർ ചെയ്യരുത്, 30s നിൽക്കുന്നവർ ചെയ്യുന്നത് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ എനിക്ക് സ്ത്രീകളുടെ സെഗ്മെന്റ് വേറെ തന്നെ പറയേണ്ടതുണ്ട്. ഇത് അതിലെങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് ഒരു അപ്രോച്ച്? നമ്മൾ പറയുന്നത് 3 തരത്തിൽ എക്സസൈസിനെ ബേസിക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാർഡിയോ വാസ്കുലർ എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ് ഓർ റെസിസ്റ്റൻസ് ട്രെയിനിങ്, യോഗ. ഇത് 3ആണ്. പിന്നെ ഇതിന്റെ 2 or 3 കോമ്പിനേഷൻസ് കൊണ്ടുവരാം. പിലാറ്റീസ്, ഫങ്ഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ യോഗയുടെ ഒപ്പം കുറച്ച് വെയിറ്റ്സ് ആഡ് ചെയ്യാം, കാർഡിയോൻ്റെ ഒപ്പം കുറച്ച് വെയിറ്റ്സും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേറെ രീതിയിൽ എക്സസൈസ് ആക്കാം. അത് കോമ്പിനേഷൻസ് ആണ്. പക്ഷേ ബേസിക് പറയുകയാണെങ്കിൽ ഇത് 3. ഇതാണ് നമ്മൾ നമ്മുടെ രീതിയിൽ, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ഒന്നുമല്ല, നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്. ഇത് 3ആണ് ബേസിക് ആയിട്ടുള്ളത്. ഈ 3 എക്സസൈസിലും 3-ൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇതിലൊന്ന് മറ്റേതിനേക്കാൾ ബെറ്റർ ആണെന്നോ, യോഗയാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്നോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്നോ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഏത് ചെയ്യണം ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ് ഓഫ് എ പേഴ്സൺ, മെഡിക്കൽ കണ്ടീഷൻസ് ഓഫ് എ പേഴ്സൺ, പിന്നെ ഇഷ്ടം, അതും ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ അവരുടെ മറ്റുള്ള ജീവിത രീതികളുടെ കാര്യങ്ങളും അനുസരിച്ച് വേണം. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുന്ന എക്സസൈസ്. അപ്പോൾ ഓട്ടം, സൈക്ലിംഗ്, അല്ലെങ്കിൽ സുംബ ഡാൻസ്, പ്ലേയിങ് ബാഡ്മിൻ്റൺ, ഇതൊക്കെ സ്വിമ്മിങ്, ഇതൊക്കെ കിതയ്ക്കുന്ന എക്സസൈസ്. കാർഡിയോ വാസ്കുലർ എക്സസൈസ് ഗുഡ് ഫോർ ഹാർട്ട് എന്ന് വെച്ചിട്ട് ഒരു TMTയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് ഫോർ ഇൻഡ്യൂസിബിൾ ഇസ്കീമിയ, അതായത് ബ്ലോക്ക് ഉള്ള സാധ്യത ഉണ്ട് എന്ന് TMTയിൽ റിപ്പോർട്ട് വന്ന ഒരാളുടെ അടുത്ത് മാരത്തോൺ ഓടാൻ പറയാൻ പറ്റും? നമുക്ക് പറ്റില്ല, റൈറ്റ്? അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് മെഡിക്കൽ കണ്ടീഷൻസും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെർണിയുള്ള ഒരാൾ പോയി ജിമ്മിൽ പോയിട്ട് വെയിറ്റ് സ്ക്വാട്ട് ചെയ്ത് അല്ലെങ്കിൽ പൈൽസ് ഉള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വേഴ്സ്. അപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇഷ്ടം എന്നുള്ള രീതിയിൽ വേണം ഇതിനെ ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ എക്സസൈസ് ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികമായ അമൃതും വിഷം, അത് എക്സസൈസ് ആയാലും സെയിം തന്നെയാണ്. എക്സസൈസ് ചെയ്യുമ്പോഴും അത് സയന്റിഫിക് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം. പൊതുവെ അമേരിക്കൻ ഹാർട്ട് കെയർ അസോസിയേഷന്റെ ഒരു അഡ്വൈസ് പ്രകാരം, വിച്ച് ഇസ് വാട്ട് വി ഫോളോ ഫോർ അവർ ക്ലയൻസ്, എക്സസൈസ് ഒന്നും ചെയ്യാത്ത കുറേ നാളായിട്ട് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ചെയ്തു വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു 30 മിനിറ്റ് എല്ലാ ദിവസവും ഒരു ലോ ടു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ഫോർ 5 days a week, അതായത് ആഴ്ചയിൽ 150 മിനിറ്റ് എക്സസൈസ്. അതൊന്ന് സെറ്റായി ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു, ഒന്ന് പതുക്കെ കായികക്ഷമത, എൻഡ്യൂറൻസും ഒക്കെ ഇംപ്രൂവ് ആയി വരുമ്പോൾ ഗ്രാജുവലി വി ക്യാൻ ഇൻക്രീസ് അപ് ടു 1 hour per day ഫോർ 5 days a week. ഓക്കെ, അപ്പോൾ അതായത് 300 minutes in a week. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് എല്ലാ ആഴ്ചയും ചെയ്തു പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് വൺ ഗ്രേറ്റ് തിങ്, ഡു സ്മോൾ തിങ് ബട്ട് ഡു ഇറ്റ് എവറി ഡേ. അതൊരു ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ്. കാര്യം നമ്മൾ എക്സസൈസ് ചെയ്താലും ബോഡിക്ക് റിക്കവർ ചെയ്യണ്ടേ.
അതിനും ടൈം കൊടുക്കണമല്ലോ. ഈ എക്സസൈസിന്റെ കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ 30 വയസ്സുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല 40 വയസ്സിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെഡിക്കലി നമ്മൾ നമ്മുടെ ഒരു ഹെൽത്ത് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് പ്രായക്കാരും. കാര്യം ഇപ്പം ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മിക്കവാറും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ അതിന് ആ ഒരു കാര്യത്തിന് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നു, ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആദ്യമായിട്ട് 30 വയസ്സിൽ ആദ്യമായിട്ട് ഒരാൾ ഹെൽത്ത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കമ്പനി ആവശ്യപ്പെടുന്നു, ചെയ്യുമ്പോൾ അത് നോക്കിയും അത് കണ്ടും അതിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചും മാത്രമാണ് നിങ്ങളുടെ ഡയറക്ഷൻസ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ നമുക്കൊരു ചെയ്യേണ്ടതുണ്ട്. ഇതിലൊരു കാര്യം, ബ്ലഡ് ടെസ്റ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസും ഫിസിക്കൽ എക്സസൈസ് മാത്രം, ബ്ലഡ് ടെസ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി എ പാരാമീറ്റർ. എക്സാമ്പിൾ, കിതയ്ക്കുന്നത് ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞതുകൊണ്ടാവാം, HB കുറവാണ്, അപ്പോൾ ബ്ലഡിൻ്റെ അളവ് റെഡ് ബ്ലഡ് സെൽസ് കുറവാണ്, അപ്പോൾ കിതയ്ക്കാം. ചിലപ്പോൾ ഒരു ഹാർട്ടിലൊരു ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും കിതപ്പിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കിതയ്ക്കണു? എക്സേഷണൽ ഡിസ്പ്നിയ. അത് എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എക്സസൈസസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? അത് പക്ഷേ ഓക്കെ, HB എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരാൾക്ക് മുട്ടിന് ഒരു ACLൻ്റെ ടയർ ഉണ്ടായിരുന്നു, അത് ബ്ലഡ് ടെസ്റ്റിലൊന്നും കാണില്ലല്ലോ നമ്മൾ, റൈറ്റ്? അപ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട എക്സസൈസ് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു IVDP, ലോ L4 L5 പ്രൊലാപ്സ് വിത്ത് സയാറ്റിക് പെയിൻ റേഡിയേറ്റിംഗ് ഒരു കാലിൻ്റെ സൈഡിൽ കൂടെ, അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റിൽ നമുക്കറിയില്ല. അപ്പോൾ അവിടെ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഈ പേഷ്യൻസിനും ക്ലയൻസിനും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതെ, അതാണ് ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് നമ്മൾ, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ആസ്ക് ദം ദീസ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഇസ് വാട്ട് ഇസ് സാഡ്ലി മിസ്സിംഗ് ഇൻ ദ ഫിറ്റ്നസ് ഇൻഡസ്ട്രി. ഇത് അറിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് കയറി അതൊരു ഇഷ്യൂ ആയി വരുന്നത്. അപ്പോൾ ഇത് റിസ്ക് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്ലീസ് ഡോണ്ട് ഡു ദിസ് എക്സസൈസ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റിലേറ്റീവിന് ഉണ്ടായൊരു സംഭവമാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമുള്ള ഒരു ലേഡിയാണ്. പുള്ളിക്കാരത്തേക്ക് ഇതേപോലെ നടുവിന് ഓൾറെഡി ഡിസ്കിൽ വിഷയമുണ്ട്. അപ്പോൾ പക്ഷേ പ്രായമുണ്ട്, തടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടക്കലൊക്കെ ഒരു ശീലമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൂടി ആരോ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തോ ഒരു കണ്ടന്റ് കാണിച്ചു കൊടുത്തിട്ട് തടി കുറയാൻ വേണ്ടിയിട്ട് കിടന്നുകൊണ്ടുള്ള കാല് മടക്കുന്ന പരിപാടി ചെയ്ത് നോക്കി. നമ്മളിതൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ നടുവിന് ബുദ്ധിമുട്ട്, തീരെ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആള് വീട്ടിൽ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മെഡിസിനൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊരു വട്ടം കാണുമ്പോഴാണ് പറഞ്ഞത്, ഞാനിത് ആരോടും പറഞ്ഞില്ല കേട്ടോ, ആക്ച്വലി ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തായിരുന്നു. ആൾക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ പറയാനുള്ളൊരു ബുദ്ധിമുട്ടിന് മക്കൾ ചീത്ത വിളിക്കുകയോ വഴക്കുറയോ എന്ന് പേടിച്ചിട്ടാകാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഈ ഡീറ്റെയിൽസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ മുട്ടുവേദന ഉണ്ടോ, കാലുവേദന ഉണ്ടോ, കഴുത്ത് വേദന ഉണ്ടോ, വെയിറ്റ് എത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് 50 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് 10 കിലോന് മേലെ ഓവർ വെയിറ്റ്, 40 കിലോ വയസ്സിന് മേലുള്ളവർ 15 കിലോ ഓവർ വെയിറ്റ്, 30 മേലുള്ളവർക്ക് 20 മേലെ ഓവർ വെയിറ്റ്. ഇതാണ് അപ്പർ ലിമിറ്റ്. അതിന് മേലെ ഓവർ വെയിറ്റ് ആണെങ്കിൽ ജമ്പിംഗ് ജാക്സ് ഇല്ല, ബർപ്പീസ് ഇല്ല, സ്കിപ്പിംഗ് ഇല്ല, എക്സസീവ് കാർഡിയോ നമ്മൾ കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാം. 50 വയസ്സിന് മേലെ 10 കിലോന് മേലെ ഓവർ വെയിറ്റ് ആയ ഒരാൾ ജമ്പിംഗ് ജാക്സ്, ബർപ്പീസ്, സ്കിപ്പിംഗ്, റണ്ണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടൻ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി ചിലപ്പോൾ ലോ ആണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിക് ആയിരിക്കാം, ഓസ്റ്റിയോപൊറോട്ടിക് ആയിരിക്കാം ബോൺ. അപ്പോൾ തേയ്മാനത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വേറെ ഇഷ്യൂസിലേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻപുട്സും ആസ്പെക്ട്സും നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് എക്സസൈസ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, ചെയ്യുന്ന എക്സസൈസിന് ഇഞ്ചുറി സാധ്യതയും കുറയും വേണം. ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഫോർ us it is simple. What we tell them is that, for example, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ജിമ്മിൻ്റെ എക്സാമ്പിൾ പറയാം. ഒരു 15 കിലോ ഡംബൽ എടുത്തിട്ട് ഞാനിങ്ങനെ ബൈസെപ്സ് കേൾ ചെയ്യാണ് 3 പ്രാവശ്യം, റൈറ്റ്? 15 × 3 ഇസ് ദ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് ഫിസിക്സ്. 45 കിലോൻ്റെ ജോലി എൻ്റെ ശരീരം ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം എനിക്ക് 3 കിലോൻ്റെ ഡംബൽ എടുത്തിട്ട് 15 പ്രാവശ്യവും ചെയ്യാം. അപ്പോൾ 3 kg × 15 രണ്ടായാലും സെയിം ആണ്. നൗ ഫിസിയോളജിക്കലി ഇത് രണ്ടും എക്സാക്ട്ലി സെയിം എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടിലുണ്ടാക്കുന്ന മസിലിൻ്റെ ഗ്രോത്തും മസിലിൻ്റെ ഫിസിയോളജിക്കൽ ഇമ്പാക്റ്റും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ എമൗണ്ട് ഓഫ് കാലറീസ് ബേൺഡ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് എന്ത് ടൈപ്പിലുള്ള മസിൽ ഗ്രോത്ത് ആണ്, അതായത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ സാർക്കോപ്ലാസ്മിക് ഹൈപ്പർട്രോഫി ആണോ, മയോഫൈബ്രിലാർ ടെക്നിക്കൽ അതാണോ എന്നുള്ളത് ഒരു മേബി ഒരു ബോഡി ബിൽഡറിനോ അല്ലെങ്കിൽ ഒരു അത്രയും വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു ഫിറ്റ്നസ് ആൻഡ് അത്ലീറ്റിനോ അത് ബാധകമാവുന്നുള്ളൂ. സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ഒരു സാധാരണ ഒരാൾക്ക് ഇറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഇത് രണ്ടിൽ ഏതാണ് ഇഞ്ചുറിക്ക് സാധ്യത കുറവ്? 3 കിലോ എടുത്ത് 15 പ്രാവശ്യം ചെയ്യുന്നതാണ്. അതിൽ ഞാൻ ചെയ്യുന്ന ഫോം തെറ്റിയാലും എൻ്റെ ഷോൾഡറിനോ അല്ലെങ്കിൽ ബാക്കിനോ ഒന്നും ഇഷ്യൂ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് എ 15 kg into 3, if I do a 3 kg into 15, my chances of injury is lesser. And even if I do it in a wrong form, അപ്പോഴും കുഴപ്പമില്ല, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അംഗം കാണാതെ താളി കുടിക്കാന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. പക്ഷേ ഇതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളിൽ ഇല്ലാണ്ട് പോണ സാധനവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ലല്ലോ. പറഞ്ഞ പോലെ 60 വയസ്സായ ഒരാൾ 80 വയസ്സായ ആൾ 40 വയസ്സാളും ഒരേ വീഡിയോ കാണുന്നത്, ഒരേപോലെ ചെയ്യുന്നത്. ഇപ്പൊ നിഷ പറഞ്ഞ ഇതേപോലെ കുറെ ക്ലയൻസ് നമുക്ക് വരാറുണ്ട്, വയറ് കുറയാൻ വേണ്ടിയിട്ട് ക്രഞ്ച് ചെയ്യും. ക്രഞ്ച് അറിയാലോ, കടന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ അറൌണ്ട് 60 to 70% ആണ് അപ്പർ ബോഡി വെയിറ്റ്. 100 കിലോ ഓവർ വെയിറ്റ് ആയ ഒരാളാണെന്ന് വിചാരിക്കുക, 100 കിലോയുടെ ഒരാൾ ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 kg 65 kg അപ്പർ ബോഡിയാണ്. അപ്പോൾ ക്രഞ്ച് ചെയ്യുമ്പോൾ ഈ 60 kgനെ ഫ്രണ്ടിലേക്ക് വലിക്കാൻ നമ്മൾ ഈ കോർ മസിൽസ് കൊണ്ട് മാത്രം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ വെയിറ്റ് മുഴുവനും ലോവർ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ടോർക്ക് മോഷൻ ആണിത്. റൊട്ടേഷൻ അറൌണ്ട് ആൻ ആക്സിസ് ഇസ് എ ടോർക്ക്. അപ്പോൾ ഇത് എവിടെ വെച്ചാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് ഒടിയത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വടി കുത്തിപ്പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്, ഇവിടെ വെയിറ്റ് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അത് കൂടുതൽ ഒടിയാനുള്ള സാധ്യത, റൈറ്റ്? അപ്പോൾ ലോവർ ബാക്കിന് ലംബാർ ഏരിയ L4 L5 പ്രൊലാപ്സ് വരാനുള്ള സാധ്യത അതൊന്ന്. രണ്ടാമത് നമ്മുടെ സ്പൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ഇന്റേണൽ കർവേച്ചർ ഉണ്ട്. നമുക്ക് ലോർഡോസിസ് എന്ന് പറയും. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും അകത്തേക്ക് ഒരു ചെറിയൊരു കർവേച്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിക്കോസ് ഓഫ് ബാഡ് പോസ്ചർ, ബാഡ് എർഗണോമിക്സ്, ഇങ്ങനെ ഇരുന്ന് ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് ചെയ്യണം, ഇതൊക്കെ കാരണം ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ അവിടെ സ്വാഭാവികം, എസ്പെഷ്യലി ആസ് വി ഏജ്. ഇങ്ങനെ ഒരാൾ ക്രഞ്ച് ചെയ്യുമ്പോൾ ഈ ലോർഡോസിനെ സ്ട്രെയിറ്റനിങ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ഫ്ലോർ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ബൾജ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർത്തിയായി കിട്ടും. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. ഇങ്ങനെ രീതിയിലുള്ള കുറേ റെഡ് ഫ്ലാഗ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ഒരാൾക്ക് എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്യും, ഒരാഴ്ച ചെയ്യും, 5 കിലോ 2-3 കിലോ കുറഞ്ഞു, ഹാപ്പിയായി, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി ആയി, പിന്നെ ഒരു 7 കിലോ കയറി വന്നു. അതാണ് നടക്കുന്നത്. ഈ സാധാരണക്കാരുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കും, വൈറ്റമിൻ ഡി നേരത്തെ പറഞ്ഞു പോയ കാര്യം. ഈ വൈറ്റമിൻ ഡി ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പരിചയമുള്ള ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസിയാണ് സത്യം പറഞ്ഞാൽ. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡെഫിഷ്യൻസി. എന്താണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ ബന്ധപ്പെട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നിങ്ങളുടെ ഒരു രീതി? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് വരുന്ന വൈറ്റമിൻ ആണ്. സൺലൈറ്റിൽ വീഴുമ്പോൾ, സ്കിന്നിന് താഴെയുള്ള കൊളസ്ട്രോൾ ആണ് വൈറ്റമിൻ ഡി ആയിട്ട് ഫോം ആവുന്നത്. അത് ആക്റ്റീവ് വൈറ്റമിൻ ഡി അല്ല, ഇനാക്റ്റീവ് വൈറ്റമിൻ ഡി ആണ്. അത് പോയി ലിവറിൽ ഒരു പരിപാടി ഉണ്ട്, കിഡ്നിയിൽ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെ കുറച്ച് മെറ്റബോളിക് പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് അത് ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവുന്നത്. ഈ വൈറ്റമിൻ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിനെ ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ബോണിനെ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. ഇതാണ് വൈറ്റമിൻ ഡിയുടെ ഒരു വൺ among the many roles. പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറും സൂര്യപ്രകാശം വന്നിട്ട് കാര്യമില്ല. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി ബാൻഡിലെ രശ്മികൾ വന്ന് വീണ് കഴിഞ്ഞാൽ മാത്രമേ ഈ കൊളസ്ട്രോളിനെ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ സ്കിന്നിന് താഴെ. അല്ല, അപ്പൊ ഇപ്പം സംഭവം നടക്കുന്നില്ലെന്നാണോ നമ്മളതിന്? അല്ല, കാര്യം നമ്മൾ സൺലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ കുറേ ബാൻഡ് ഓഫ് റേഡിയേഷൻസ് ആണ്. അതിൽ അൾട്രാവയലറ്റ് ബി ബാൻഡ് വേണം വരാൻ വേണ്ടിയിട്ട്. അൾട്രാവയലറ്റ് ബി ബാൻഡ് ഒരു പൊല്യൂട്ടഡ് സിറ്റിയിലെ അപ്പർ ലെയറിൽ വെച്ച് തന്നെ അത് റിഫ്ലക്റ്റ് ആയി പോകും. അതൊന്ന്. അപ്പോൾ ഒരു പൊല്യൂട്ടഡ് സിറ്റിയിൽ അൾട്രാവയലറ്റ് ബി reaching up to our skin ചാൻസസ് ആ വെരി ലോ. അതൊന്ന്. രണ്ടാമത് നമ്മൾ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടു അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആയി പോയി. അത് 2. മൂന്നാമത് നമ്മൾ ഇന്ത്യൻസിലെ മെലനിൻ കണ്ടന്റ് കൂടുതലാണ് സ്കിന്നിന്റെ ഇത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അൾട്രാവയലറ്റ് റേസിനെ റിഫ്ലക്ട് ചെയ്ത് കളയും. അപ്പോൾ അത് പെനട്രേറ്റ് ചെയ്ത് അകത്ത് കയറി അത് വൈറ്റമിൻ ഡി ആവാനുള്ള സാധ്യതകൾ കുറയുന്നു. ഇനി വെയിൽ കൊള്ളാൻ ചില ആൾക്കാർ വിൻഡോസിന്റെ സൈഡിൽ നിന്ന് വെയിൽ കൊള്ളുന്നത് കണ്ടിട്ടുണ്ട്. അത് കാര്യമില്ല, ഗ്ലാസ്സിലൂടെ വരുമ്പോഴേക്കും അൾട്രാവയലറ്റ് ബി പോയി. ഇങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന അൾട്രാവയലറ്റ് ഈ പറഞ്ഞ എസ്പെഷ്യലി പൊല്യൂട്ടഡ് സിറ്റീസിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് ദ ഡേ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സൺലൈറ്റ്. എല്ലാ നേരത്തും ഒരേപോലെ അൾട്രാവയലറ്റ് ബി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരാം. പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് വൈറ്റമിൻ ഡി ഉള്ളത്. D3 ആണ് നമുക്ക് വേണ്ടത്. വെജിറ്റേറിയൻ ഫുഡിൽ D2 ആണ് ഉള്ളത്. നമുക്ക് വേണ്ടത് D3 ആണ്, കോളികാൽസിഫെറോൾ ആണ് വേണ്ടത്. അപ്പോൾ D3 നോൺ വെജിറ്റേറിയൻ ഫുഡിലേ ഉള്ളൂ. ഇന്ത്യൻസ് കുറെ പേര് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് കുറവാണ്, ലാർജ്ലി നോട്ട് സോ മച്ച് ഇൻ കേരള. പക്ഷെ എന്നാലും ഡെഫിഷ്യൻ്റ് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ സപ്ലിമെന്റേഷൻ വേണ്ടി വന്നിരിക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്, എത്രത്തോളം എടുക്കണമെന്നുള്ളതുണ്ട്. അനാവശ്യമായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ എടുത്ത് വൈറ്റമിൻ ഡി ലെവൽ ഭയങ്കര ഹൈ ആയി കാൽസ്യം ലെവൽസ് കൂടി പിന്നെ അത് വേറെ ഇഷ്യൂസിലേക്ക് വരരുത്. ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് ഓവർ ദ കൗണ്ടർ എടുക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ? വൈറ്റമിൻ ഡി ഐ എം നോട്ട് ഷുവർ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഓവർ ദ കൗണ്ടർ. ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ ചിലപ്പം അങ്ങനത്തെ ഒരു വിഷയം ഒരു പക്ഷേ ഇല്ലായിരിക്കും. നമ്മൾ ഈവൻ ആന്റിബയോട്ടിക്സ് വരെ ഓവർ ദ കൗണ്ടർ നമുക്ക്. അപ്പോൾ അത് ഓവർ ദ കൗണ്ടർ ആണോ അല്ലയോ എന്നുള്ളതിന് പ്രസക്തി ഇല്ലാതെ. അല്ല, ഈ മേടിച്ച് കഴിച്ചിട്ട് അതുകൊണ്ടുണ്ടാവുന്ന മറ്റ് സങ്കീർണതകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടോ, എത്ര കഴിക്കുന്നുണ്ട്, എത്ര വേണം, എന്തായിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടാൻ ഒരു പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. ഇപ്പോൾ നിയമം കുറെ സ്ട്രിക്റ്റ് ആണ്. എന്നാലും ഐ തിങ്ക് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടാണ് കൊടുക്കുന്നത് തോന്നുന്നു. എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഒരു പരിധി വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ഒരു നാട്ടിൻപുറം സ്ഥലങ്ങളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് ഇന്നൊരു ടാബ്ലറ്റ് വേണമെന്ന് പറഞ്ഞ ഫോട്ടോയിൽ ആ ടാബ്ലറ്റിന്റെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ നോക്കി എടുത്തുതരാ ചെയ്യുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് പറഞ്ഞ പോലെ എന്റെ തോന്നലാകാനും മതി.
ഫാറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഫാറ്റ്, കൊഴുപ്പ്, തടി എന്നുള്ള സാധനം നേരെ കണക്ട് ആവും. എന്തും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ തടി വയ്ക്കും. ഇതിലൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് ദേ ആർ ഓക്കെ മേ ബി ഹാവിങ് ആൽക്കഹോൾ ബട്ട് ഹാസ് എ പ്രോബ്ലം വിത്ത് വൈറ്റ് റൈസ്. തമാശയ്ക്ക് പറയാറുള്ളതാണ്, ഈ ബോഡി ബിൽഡിംഗ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് പുറകിൽ സോപ്പ് തേക്കാൻ പറ്റില്ല പറയും. പൊതുവെ സ്ത്രീകൾ പറയുന്നതാണല്ലോ, അടുക്കളയിൽ ഇത്രയും പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഒരു എക്സസൈസ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. വാക്കിംഗ് ഇസ് നോട്ട് ബാഡ്. വാക്കിംഗ് ചെയ്തുകൊണ്ടും തടി കുറയ്ക്കാം, ഹെൽത്തി ആവാം, കൊളസ്ട്രോളും കുറയ്ക്കാം, ഷുഗറും കുറയ്ക്കാം, ഒക്കെ ശരിയാണ്.